നമസ്കാരം. ഇപ്പോഴത്തെ പ്രധാന ട്രെൻഡ് എന്ന് പറയുന്നത് എന്ത് സംഭവം എവിടെ നടന്നാലും ആരെങ്കിലും അത് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടും. അങ്ങനെ ഇന്ന് വൈറലായ ഒരു വീഡിയോയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നും ന്യൂജൻ പിള്ളേർ വെറുതെ ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റിയുടെ മേലെ കയറുന്നു എന്നുള്ള ക്യാപ്ഷനോടെയാണ് വീഡിയോ വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്ന കാഴ്ച, ഒരു സെക്യൂരിറ്റി അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു കസാരയിൽ അവിടെ ഇരിക്കുന്നു. അത്ര വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ആ സമയത്താണ് അതിലൊരു പയ്യൻ വരുന്നു. 20 കിഡ്സ് ആണല്ലോ. ഒരു കാര്യമില്ലാതെ ഈ സെക്യൂരിറ്റി വന്ന് വെറുതെ മർദ്ദിക്കുന്നു. എന്താണ് കാര്യമെന്ന് ഒരു സെക്യൂരിറ്റിക്ക് മനസ്സിലാവുന്നില്ല. അവൻ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റിയുടെ ഒറ്റ തൊഴിയാണ്. നല്ല ഒരു കരോട്ട അഭ്യാസി ചെയ്യുന്ന പോലെ ഒന്ന് നല്ലൊരു കിക്കാണ് പുള്ളിക്കിട്ട് കൊടുക്കുന്നത്. പുള്ളി എഴുന്നേറ്റ് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവൻ വീണ്ടും മർദ്ദിക്കാൻ ഒരുങ്ങുകയാണ്. ആ സെക്യൂരിറ്റി ഇരുന്ന കസാര എടുത്ത് അടിക്കാൻ ഓങ്ങുന്നതൊക്കെയാണ് ഈ കാഴ്ചയിലൂടെ നമ്മൾ കാണുന്നത്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നുള്ള കാര്യം ഒരു പിടുത്തം ആർക്കും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് 2000-ന് ശേഷമുള്ള കുട്ടികൾ ഭയങ്കര അക്രമാസക്തരാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് യാതൊരു പിടുത്തമില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒട്ടനവധി വാർത്തകളിൽ ലഹരി ഉപയോഗിച്ചും NDMA അടിച്ചിട്ടുമൊക്കെ സ്വന്തം വീട്ടിൽ കയറി മാതാവിനെയും സഹോദരിയും അപ്പനെയും എല്ലാവരും മർദ്ദിക്കുകയും പലതരത്തിലുള്ള ക്രൈം ആക്ടിവിറ്റികൾ പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലമുറ. ഈ തലമുറയുടെയൊക്കെ പോക എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഉത്തരം പറയാൻ കഴിയത്തില്ല. പക്ഷേ ഇതിന് തടയിടാൻ നമ്മുടെ സർക്കാരിനോ നമ്മുടെ സൊസൈറ്റിക്കോ കഴിയുന്നില്ല. ഇത് വളരെ അപകടകരമായ ഒരു പോക്ക് തന്നെയാണ്. ഇത് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഭരണകൂടം ഇതിനൊരു തടയിടാനുള്ള ശ്രമങ്ങൾ നടത്താത്തതെന്ന് നമുക്ക് അറിയത്തില്ല. ഈ ഒരു സംഭവം മാത്രമല്ല, ഈ സംഭവം ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ദിവസവും കാണിക്കാനുണ്ട്. അപ്പം ഈ 2025 തുടങ്ങിയതിന് ശേഷം ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ അങ്ങേര് വേണ്ടാന്ന് വെച്ചിട്ട് ഒഴിഞ്ഞു മാറുവാണ്. കേസും കോടതിയും ഒക്കെ പേടിച്ചിട്ടായിരിക്കും ഈ സെക്യൂരിറ്റിയെ. സഹോദരങ്ങളെ, ആ സെക്യൂരിറ്റിയെ കുറ്റം പറയാൻ പറ്റില്ല. പലപ്പോഴും ഇതുപോലെ ചിലയിടങ്ങളിൽ ഒരു സെക്യൂരിറ്റിക്ക് നിർവികാരനായി ഇരിക്കേണ്ടി വരും. ഒരു ഇഷ്യൂ ഉണ്ടായാൽ അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ വാദി പ്രതിയാവുകയും ചെയ്യും. കുറച്ചുനാൾ ഞാനും ഇതേ പണി ചെയ്തതാണ്, അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഈ കമൻറ്റുകളൊക്കെ ശരിയാണ്. ഒരുപക്ഷെ സെക്യൂരിറ്റി തിരിച്ച് ഈ കുട്ടിയെ മർദ്ദിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവൻ ചെന്ന് വേണ്ട കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരും. പിന്നെ ഈ സെക്യൂരിറ്റിയുടെ കാര്യം പിന്നെ കട്ടപ്പുകയായിരിക്കും. അതായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരാളും സപ്പോർട്ട് ചെയ്യാൻ വരത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിടിച്ചു മാറ്റാനും അല്ലെങ്കിൽ സമാധാനം പറയാനും ഒക്കെ വരും. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും വരത്തില്ല. കാരണം അങ്ങനെ പറയാൻ വന്നു കഴിഞ്ഞാൽ അവരെ നേരെ ആയിരിക്കും ആദ്യം കത്തിയെടുക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തെ കാര്യത്തിൽ ഒരു മനുഷ്യനെ ഇടപെടത്തില്ല. ഇത്തരം സംഭവങ്ങൾ കണ്ടാൽ കണ്ടു നടന്നു പോകും, അല്ലെങ്കിൽ കൂടി വന്നാൽ വീഡിയോയിൽ പകർത്തും. ഇതിനപ്പുറം ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അടുത്തൊരു കമൻറ്റിൽ പറയുന്നു, അയാൾക്ക് മക്കൾ കാണും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രതികരിക്കാതിരുന്നത്. ഇത് ഏത് സംഭവം നടന്നാലും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെ ഈ പയ്യനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ പിള്ളേരെ തല്ലില്ല. കാരണം പിള്ളേർ അത്രയ്ക്കും ഡീസൻ്റ് ആണല്ലോ. അപ്പോഴെന്നാൽ ഇപ്പോഴത്തെ ന്യൂജൻ തലമുറ പോകുന്ന ആ റൂട്ട് ഒരിക്കലും ക്ലിയർ അല്ല. വളരെ റോങ് വേയിലൂടെ തന്നെയാണ് യാത്ര. ലഹരിയും മദ്യവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ വിപത്തുകളാണ് ഇവരുണ്ടാക്കുന്നത്. എല്ലാ കുട്ടികളെ പറ്റിയല്ല പറയുന്നത്, നല്ലൊരു പക്ഷം കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. നല്ലൊരു പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ എല്ലാ കുട്ടികളെയും ഒറ്റയടിക്ക് ആക്ഷേപിച്ച് പറയുന്നതല്ല. അപ്പോഴെന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഭരണകൂടവും പോലീസും ഒക്കെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.